പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓണക്കാലം വന്നു, ഓണാഘോഷങ്ങൾ തുടങ്ങി. ക്രിസ്ത്യാനികൾ ഓണം ആഘോഷിക്കാൻ പാടുണ്ടോ? വീണ്ടും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ തരംഗമായി അവതരിപ്പിക്കപ്പെടുകയാണ്. ക്രിസ്ത്യാനികൾ ഓണം ആഘോഷിക്കുന്നത് വിഗ്രഹാരാധനയാണ്. എന്തിനാണ് അന്യദേവന്റെ ആരാധന, അന്യദേവന്റെ ആഘോഷങ്ങൾ നമ്മുടെ കുടുംബങ്ങളിലേക്കും നമ്മുടെ പള്ളിയിലേക്കും കയറ്റുന്നത്? എന്താണ് ഇതിനെക്കുറിച്ച് സഭ പഠിപ്പിക്കുന്നത്? സഭ എന്തെങ്കിലും പഠിപ്പിച്ചോട്ടെ ബ്രദറെ, പക്ഷെ ഇത് തിന്മയാണ്. അങ്ങനെ ഒരു വിഭാഗം. സത്യം എന്താണ്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓണം എന്ന് പറയുന്നത് ഒരു ഹൈന്ദവ ആഘോഷമായിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് കേരളത്തിന് പുറത്ത് ഈ ആഘോഷം ഇല്ലാതിരുന്നത്? കേരളത്തിന് പുറത്തും ഹിന്ദുക്കളുണ്ടല്ലോ. അപ്പൊ അടിസ്ഥാനപരമായി ഓണം എന്ന് പറയുന്നത് ഹൈന്ദവ ആഘോഷം എന്നതിനേക്കാൾ ഉപരി കേരളത്തിലെ ചിങ്ങമാസത്തിൽ കാർഷിക ഉത്സവമായി ഓണം പൊന്നോണമായി ആഘോഷിക്കുന്ന കാലഘട്ടമാണ്. ഇത് ആദ്യമേ നമുക്ക് ബോധ്യം ഉണ്ടായിരിക്കണം. ഇങ്ങനെ ഒരു രാജാവ്, കേരളം ഭരിച്ചിരുന്ന ഒരു രാജാവ് അക്കാലത്തുള്ള ആളുകൾക്ക് കൃഷി ചെയ്യുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ കൃഷി ചെയ്തതിനു ശേഷം വിളവെടുക്കുന്നതിന് വേണ്ടി ഉള്ള മാസങ്ങളിൽ കർഷകർ വിളവെടുക്കുമ്പോൾ അവർക്ക് പൊന്ന് നൽകിക്കൊണ്ട് അവരെ സമൃദ്ധിയിലേക്ക് നയിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഈ പൊന്നോണമായത്. പക്ഷേ പൊന്നോണത്തിന് സദ്യ വിളമ്പി തിന്നണമെങ്കിൽ, എല്ലാവരും വയറു നിറച്ച് ഭക്ഷണം കഴിക്കണമെങ്കിൽ അതിന് മതത്തിൻ്റെതായ ഒരു പരിവേഷം കൊടുത്താൽ മാത്രമേ എല്ലാവരും ആഘോഷിക്കുകയുള്ളൂ. അപ്പോൾ ഇതെന്തായി മാറി? ഓണം എന്ന് പറയുന്ന ആഘോഷം മതത്തിന്റെ ബിംബമായി മാറി. അപ്പൊ കാലഘട്ടം നോക്കിക്കഴിഞ്ഞാൽ, ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഇത് മതപരമായ ആഘോഷമായി മാറി. വാമന ജയന്തിയായി മാറുന്നു, മഹാബലിയുടെ ആഘോഷമായി മാറുന്നു, മഹാബലിയുടെ സ്മരണയായി മാറുന്നു, അതുപോലെ തൃക്കാക്കരപ്പൻ്റെ ഇതായി മാറുന്നു. അപ്പോൾ ഇത് ഹൈന്ദവ ഉത്സവമായി മാറി. അപ്പൊ ഇന്ന് ഓണം എന്താണ്? ഹൈന്ദവ ഉത്സവമാണ്, സംശയമൊന്നുമില്ല, ഹൈന്ദവ ഉത്സവമാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ഓണം ആഘോഷിക്കുക എന്ന് പറയുന്നത് ഹൈന്ദവ മതത്തിന്റെ ആഘോഷം എന്ന രീതിക്കാണോ, കാർഷിക ഉത്സവത്തിന്റെ ആഘോഷം എന്ന രീതിക്കാണോ? കാർഷിക ഉത്സവത്തിന് മതപരമായ പശ്ചാത്തലം നൽകിക്കൊണ്ട് അതിനെ മതത്തിന്റെ ഉത്സവമാക്കി മാറ്റിയിരിക്കുന്നു. ഇതാണ് യഥാർത്ഥ റിയാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനൊരു മതപരമായ ഉത്സവം ക്രിസ്ത്യാനികളായി നമ്മൾ ആഘോഷിക്കാൻ പാടുണ്ടോ? മതപരമായ ഉത്സവമാണെങ്കിൽ നാം ആഘോഷിക്കാൻ പാടില്ല. അത് തന്നെയാണ് ഉത്തരം. എന്തിനാണ് മറ്റു മതത്തിന്റെ ഉത്സവം നമ്മൾ ആഘോഷിക്കേണ്ട ആവശ്യം? നമ്മൾ ക്രിസ്ത്യാനികളാണല്ലോ. നാം ആരെങ്കിലും ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ദീപാവലി ആഘോഷിക്കാറുണ്ടോ? പിന്നെന്തിനാണ് ഹൈന്ദവ ഉത്സവമായി ഓണം നമ്മൾ ആഘോഷിക്കുന്നത്? എന്നാൽ ഓണം എന്ന് പറയുന്നത് ഒരു ദേശീയ ഉത്സവമായി കേരള ജനതയുടെ ഉത്സവമാക്കി മാറ്റുമ്പോൾ, അതൊരു പക്ഷേ ഗവൺമെന്റ് ആകാം, അത് പക്ഷേ കേരള ജനതയാകാം, എല്ലാവരും വയറു നിറച്ചു ഭക്ഷണം കഴിക്കണം എന്നുള്ള ആഘോഷമാക്കി മാറ്റുമ്പോൾ അത് നമ്മുടെയും കൂടി ഉത്സവമായി മാറുന്നു, ഒരു ജനതയുടെ ഉത്സവമായി മാറുന്നു, കേരളത്തിലെ ജനതയെ ഒന്നിപ്പിക്കുന്ന ഉത്സവമായി മാറുന്നു. അപ്പോൾ അത് മതത്തിനകത്താണോ മതത്തിന് പുറത്താണോ? ഇതാണ് ചോദ്യം. മതത്തിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം മതത്തിന്റെ ആഘോഷമായതുകൊണ്ട് അവർക്കത് മതത്തിന്റെ അകത്താണ്. എന്നാൽ മതത്തിന് പുറത്തുള്ളവർക്കെല്ലാം ഇതൊരു കാരിക്കച്ചർ മാത്രമായി മാറുന്നു. മഹാബലി എന്ന് പറയുന്നത് ഒരു ക്രിസ്ത്യാനി വിശ്വസിക്കുന്ന ദേവനൊന്നുമല്ല, ഒരു ക്രിസ്ത്യാനി വിശ്വസിക്കുന്ന അസുരനുമല്ല. അപ്പൊ അവനെ സംബന്ധിച്ച് മഹാബലി എന്ന് പറയുന്നത് വെറും ഒരു കാരിക്കച്ചർ, അത് മാത്രമായി മാറുകയാണ്. വാമൻ എന്ന കഥാപാത്രം തന്നെ ഇല്ലാതെയായി പോവുകയാണ്. പൂക്കളം എന്ന് പറയുന്നത് പൂവിന്റെ ഉത്സവമായി മാറുന്നു. ഭക്ഷണം എന്ന് പറയുന്നത് വയറു നിറച്ച് സദ്യ ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി മാറുന്നു. അപ്പൊ അടുത്ത ചോദ്യം, അങ്ങനെ കേരള ജനതയുടെ ഉത്സവമായിരിക്കുന്ന ഈ ഓണത്തിനെ പള്ളിയുടെ അകത്തേക്ക് പ്രവേശിപ്പിക്കാൻ പാടുണ്ടോ? ക്രിസ്ത്യാനികളുടെ ഉത്സവമാക്കി മാറ്റേണ്ടതുണ്ടോ? അതാണ് അടുത്ത ചോദ്യം. അങ്ങനെ ക്രിസ്ത്യാനികൾ ഉത്സവമാക്കി മാറ്റേണ്ടതില്ല എന്നതാണ് അതിന്റെ ഉത്തരവ്. കാരണം കേരളത്തിന്റെ ദേശീയോത്സവമായി ഓണം ആഘോഷിക്കുകയാണെങ്കിൽ അത് കേരള ജനത ആഘോഷിക്കേണ്ട ഉത്സവമായി മാറണം, അല്ലാതെ ക്രിസ്ത്യാനികൾ പള്ളിയിൽ ആഘോഷിക്കേണ്ട ഉത്സവമായി മാറരുത്. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ എന്താ പ്രശ്നം? അങ്ങനെ മാറിക്കഴിഞ്ഞാൽ ആ കൂട്ടായ്മയിലേക്ക് നാനാജാതി മതസ്ഥർക്ക് പ്രവേശനമില്ലാതെയാകുന്നു.
ദേവാലയത്തിന്റെ അകത്ത് നടക്കുന്ന ഓണാഘോഷത്തിൽ ഒരു ഹിന്ദുവിന് പങ്കെടുക്കാൻ പറ്റുമോ? അപ്പൊ അത് കേരള ജനതയുടെ ഉത്സവമായി മാറുമോ? ഞാൻ ചെറിയൊരു സംഭവം പറയാം. ഞങ്ങളുടെ CLC സംഘടന ഫൊറാന തലത്തിൽ ഫുട്ബോൾ മാച്ച് സംഘടിപ്പിച്ചു. അപ്പോൾ ഓരോ പള്ളിയിൽ നിന്നും ഓരോ ടീം വരണം. ആ ടീമിലുള്ള ആളുകൾ മുഴുവൻ ക്രിസ്ത്യാനികളായിരിക്കണം. അത് അച്ഛൻ അറ്റസ്റ്റ് ചെയ്യണം. അപ്പോൾ കളി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഹിന്ദുക്കളായ കൂട്ടുകാർ ചോദിക്കുകയാണ്, ഞങ്ങൾ എന്താ ഇതിൽ പങ്കെടുപ്പിക്കാത്തത്? ഫുട്ബോൾ കളി ക്രിസ്ത്യാനികളെ കളിയാക്കി നിങ്ങൾ മാറ്റിയോ? ഇതാണ് വർഗീയത. അതായത് അവരെ സമൂഹത്തെ മാറ്റി മറ്റു മതക്കാരെ മാറ്റി നിർത്തിക്കൊണ്ട് പൊതുവായൊരു ആഘോഷം സംഘടിപ്പിക്കുമ്പോൾ അത് വർഗീയതയും മാറുന്നു. ക്രിസ്ത്യാനികൾ മാത്രമേ പള്ളിയിൽ ഓണം ആഘോഷിക്കാൻ പാടുള്ളൂ എന്ന് പറയുമ്പോൾ അത് വർഗീയതയും മാറുന്നു. അപ്പൊ കേരളത്തിന്റെ ഉത്സവം അല്ലാതെയും മാറുന്നു. അപ്പോൾ ഹിന്ദുക്കൾ അവരുടെ അമ്പലത്തിലും ക്രിസ്ത്യാനികൾ അവരുടെ പള്ളിയിലും ആഘോഷിക്കാൻ ഉത്സവമാണ് ഓണം എന്ന് ആരാ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ അത് കേരള ജനതയുടെ ഉത്സവമാണോ അതോ വിവിധ മതങ്ങളുടെ ഉത്സവമാണോ? അപ്പോൾ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ, ഉദാഹരണത്തിന് സ്കൂളുകളിൽ, ഓഫീസുകളിൽ, കേരളത്തിൻ്റെ ഓരോ സ്ട്രീറ്റിലും ഓരോ ഫ്ലാറ്റിലും അയൽ കൂട്ടായ്മകളിൽ ഓണം ആഘോഷിക്കുമ്പോൾ അത് കേരള ജനതയുടെ ആഘോഷം. പള്ളിയിൽ ആഘോഷിക്കുവാൻ പള്ളിയുടേതായ ഉത്സവങ്ങളില്ലേ? നമ്മുടെ ഇടവയ്ക്ക് കൂട്ടായ്മ ലഭിക്കുവാൻ ഓണം ആഘോഷിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? അപ്പോൾ എന്താണോ ലക്ഷ്യം ആ ലക്ഷ്യത്തിൽ നിന്ന് ഭിന്നിച്ചു പോകുന്നു. ഇനി മറ്റൊരു തരത്തിൽ വിവരിക്കാൻ, ഓണം ഒരു വിഗ്രഹാരാധനയാണ്, അതുകൊണ്ട് അത് ആഘോഷിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു തീവ്ര വിഭാഗം ക്രിസ്ത്യാനികൾ ഒരു സ്ഥലത്ത്. ഓണം ഞങ്ങളുടെ മാത്രം ഉത്സവമാണ്, അതുകൊണ്ട് നിങ്ങളാരും അതിനെ ആഘോഷിക്കരുത്, അത് ഞങ്ങളുടെ ദേവന്റെ ഇന്ന ആചാരമാണ്, ഞങ്ങളുടെ ദേവന്റെ ഇന്ന ആചാരമാണ് എന്ന് പറയുന്ന മറ്റൊരു വിഭാഗം ഒരു സ്ഥലത്ത്. ഇത് കേരളമാണെന്നും നമ്മൾ ഒന്നാണെന്നുമുള്ള ഒരു ബോധ്യം ഇതുപോലെയുള്ള പ്രഭാഷണങ്ങളിലൂടെ ലഭിക്കുന്നുണ്ടോ? ഈ കേരള ജനതയുടെ മഹാബലി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അതിന് ഇത്രയേ ഉള്ളൂ, എല്ലാവരും സമൃദ്ധിയിൽ ജീവിക്കണം. അതിനുള്ള ഒരു കാരിക്കേച്ചർ പോലെയാണ് മഹാബലിയെ കൊണ്ടുവരുന്നത്. അതാണ് അതിൻ്റെ ലക്ഷ്യം. അപ്പം നമ്മളതിന് എന്തൊക്കെ വിഗ്രഹമുണ്ട്, എന്തൊക്കെ പാപമുണ്ട് എന്നൊക്കെ തപ്പി നടന്നു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, നമ്മളത് തപ്പുകയാണെങ്കിൽ അത് വിഗ്രഹമായി. നമ്മൾ ആ ബോധത്തിലേക്ക് പോവുകയാണെങ്കിൽ അത് വിഗ്രഹം തന്നെയാണ്. ഇത് പാപമാണ്, ഇത് വിഗ്രഹാരാധനയാണ്, ഇന്ന മഹാബലിയെ സ്മരിക്കുന്ന ഉത്സവമാണ് എന്ന് നമ്മൾ പറഞ്ഞാൽ അത് വിഗ്രഹാരാധന തന്നെയാണ്. നമ്മളത് വിശ്വസിക്കുന്നതുകൊണ്ടാണല്ലോ അത് പറയുന്നത്. അങ്ങനെ ഒരു ദേവനുണ്ടെന്ന് ഞാൻ നീ വിശ്വസിക്കുന്നത് കൊണ്ടാണല്ലോ അത് ആഘോഷിക്കരുതെന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എത്ര ദൈവമുണ്ട്? അതാണ് ചോദ്യം. നമുക്ക് എത്ര ദൈവമുണ്ട്? അപ്പോൾ നാം വിളിക്കപ്പെട്ടിരിക്കുന്ന സ്വാതന്ത്ര്യത്തിലേക്കാണ്. ഇത് ആദ്യമേ മനസ്സിലാക്കണം. ദൈവമക്കളുടെ അവകാശമാകുന്ന സ്വാതന്ത്ര്യത്തിലേക്കാണ് നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത്, അല്ലാതെ അടിമത്തത്തിലേക്കല്ല, ഭയത്തിന്റെ അടിമത്തത്തിലേക്കല്ല. ഞാൻ ഇങ്ങനെ ചെയ്താൽ, പൂക്കളമിട്ടാൽ അത് മാരകപാപമാകുന്നു, സദ്യ കഴിച്ചാൽ അത് മാരകപാപമാകുന്നു എന്ന് ചിന്തിക്കുമ്പോൾ ഞാൻ ആ സദ്യ കഴിക്കുന്നത് മഹാബലിയെ അനുസ്മരിച്ചുകൊണ്ട്, വാമനദേവനെ അനുസ്മരിച്ചുകൊണ്ട്, അതിൻ്റെ ആ അനുസ്മരണത്തിന് വേണ്ടിയാണ് ഞാനിത് കഴിക്കുന്നതെങ്കിൽ തീർച്ചയായും വിഗ്രഹാരാധന തന്നെയാണ്, സംശയമൊന്നുമില്ല. എന്നാൽ അതേസമയം ഞാൻ കേരള ജനതയുടെ സമ്പൽ സമൃദ്ധിയുടെ ആഘോഷമായിക്കൊണ്ട്, ദേശോത്സവമായിക്കൊണ്ട് ഞാനിത് ആഘോഷിക്കുന്നു, ഞാൻ ഈ സദ്യ കഴിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ വിഗ്രഹാരാധനയല്ല, അവിടെ ഒരു നാടിൻ്റെ നന്മയാണ്, അവിടെ ഒരു നാടിൻ്റെ ഒന്നിക്കലാണ്, അത് കൂട്ടായ്മയുടെ ഒരു സ്നേഹമാണ്. അപ്പൊ ക്രിസ്ത്യാനികൾ ഓണം ആഘോഷിക്കുമ്പോൾ അതിൽ ബിംബങ്ങളില്ല, അതിൽ വിഗ്രഹങ്ങളില്ല, അതിൽ ദൈവസങ്കല്പങ്ങളില്ല, അത് നാടിൻ്റെ കൾച്ചറിൻ്റെ ഭാഗമാക്കി മാറ്റുകയാണ്. അവിടെ എവിടെയാ തെറ്റ്? അപ്പോൾ എവിടെ പാപം കടന്നു വരുന്നത്? പാപം കടന്നു വരുന്നത് നമ്മുടെ ചിന്തയിലും നമ്മുടെ മനസ്സിലുമുള്ള ബിംബങ്ങളിലേക്ക് നമ്മൾ ചെല്ലുമ്പോഴാണ് പാപം കടന്നു വരുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 8-ാം അധ്യായം 4-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുക, വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച ഭക്ഷണപദാർത്ഥങ്ങളെ പറ്റിയാണെങ്കിൽ
ലോകത്തിൽ വിഗ്രഹമെന്നൊന്നില്ലെന്നും ഏക ദൈവമല്ലാതെ മറ്റൊരു ദൈവമില്ലെന്നും നമുക്ക് അറിയാം. ഇതാദ്യം മനസ്സിൽ വയ്ക്കുക, ഇതാദ്യം മനസ്സിൽ ഉറപ്പിക്കുക. ഒരു മഹാബലിയും ഒരു വാമനനും ക്രിസ്ത്യാനി സംബന്ധിച്ച് മനസ്സിൽ ഉറപ്പുണ്ടായിരിക്കണം, ഇങ്ങനൊരു സംഭവം ഇല്ല. ഇത് പറയുമ്പോൾ ഒരു പക്ഷേ ഹിന്ദുക്കൾ വിഷമവും ആയിക്കോട്ടെ. ക്രൈസ്തവ വിശ്വാസം അനുസരിച്ച് നമ്മൾ വിശ്വസിക്കുന്ന കാര്യം പറയുന്നത്, നമ്മൾ ഏറ്റു പറയുന്ന സത്യം പറയുന്നത്, നമ്മെ സംബന്ധിച്ചിടത്തോളം എന്താ, ലോകത്തിൽ വിഗ്രഹമെന്നൊന്നില്ല, ഏകദൈവമല്ലാതെ മറ്റൊരു ദൈവം ഇല്ല എന്ന് നമുക്കറിയാം. ഈ അറിവുണ്ടല്ലോ, ഈ അറിവ് നമ്മുടെ ഉള്ളിൽ കയറണം. അറിയാം വിഗ്രഹമെന്നൊന്നില്ല, മറ്റു ദൈവങ്ങളില്ല, ഒരേ ഒരു ദൈവമേ ഉള്ളൂ. ഇത് എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെ വിഗ്രഹത്തെ ആരാധിക്കാം? വിഗ്രഹമെന്നൊന്നില്ലെന്ന് വിശ്വസിക്കുന്ന ഒരു ക്രിസ്ത്യാനി എങ്ങനെ വിഗ്രഹത്തെ ആരാധിക്കും? ഓണം ആഘോഷിക്കുമ്പോൾ വിഗ്രഹാരാധന അതൊന്ന് പറയോ? എൻ്റെ ഉള്ളിൽ വ്യക്തമായ ബോധ്യം, വിഗ്രഹമെന്നൊന്നില്ല, അന്യ ദൈവങ്ങളില്ല, എൻ്റെ സത്യദൈവം മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരു ക്രിസ്ത്യാനി അവന്റെ പ്രവർത്തനങ്ങളിൽ വേറെ ദൈവത്തെ സ്മരിക്കുമോ? അപ്പൊ ഇതാണ്, ഇതിനെ കുറിച്ചുള്ള വിശ്വാസത്തിന്റെ തലത്തിലേക്ക് ചെല്ലണം. പ്രവൃത്തിയിലല്ല, വിശ്വാസത്തിലാണ് കാര്യം. നമ്മളിപ്പോഴും യഹൂദന്മാരെ പോലെ അല്ലെങ്കിൽ മറ്റു മതക്കാരെ പോലെ പ്രവൃത്തിയിൽ എന്ത് ചെയ്യുന്നു അന്വേഷിക്കുക. പൂക്കളം ഇട്ടാൽ പാപമാകും, സദ്യ കഴിച്ചാൽ പാപമാകും, അത് വിഗ്രഹാരാധനയാകും. വിഗ്രഹമെന്നൊന്നില്ലാത്തൊരു ക്രിസ്ത്യാനിക്ക് ഇത് എങ്ങനെ വിഗ്രഹമാകുന്നു? ആഴത്തുള്ള വിശ്വാസമില്ലാത്തത് കൊണ്ട്. അതാണ് നേരത്തെ പറഞ്ഞത്, ഇത് അങ്ങനെയാണെന്ന് കരുതിയിട്ടാണ് അത് ചെയ്തതെങ്കിൽ അത് പാപം തന്നെയാണ്. നീ ഓണം ആഘോഷിക്കുമ്പോൾ മഹാബലിക്ക് വേണ്ടിയിട്ടാണ് ഓണം ആഘോഷിക്കുന്നതെങ്കിൽ അത് പാപം തന്നെയാണ്. കേരള ജനതയുടെ ഐക്യത്തിന്റെ പ്രതീകമായി കൊണ്ട് നീ അത് നന്മയായി സാംസ്കാരികമായി ആഘോഷിക്കുകയാണെങ്കിൽ അതൊരു കൂട്ടായ്മയുടെ ഉത്സവമാണ്. അതുകൊണ്ടാണ് സഭ വ്യക്തമായി പറയുന്നത്, ഓണം ആഘോഷിക്കുന്നത് ഒരു സാംസ്കാരിക ഉത്സവമായി ആഘോഷിക്കുന്നത് യാതൊരു തെറ്റുമില്ലെന്ന്. ഒരു ഹൈന്ദവനായ ഒരു വ്യക്തി അവന്റെ അമ്പലത്തിൽ പൂജ അർപ്പിക്കുന്നത് പോലെ ഓണം ആഘോഷിക്കുന്നത് പോലെയാണോ ഒരു ക്രിസ്ത്യാനി ഓണം ആഘോഷിക്കുന്നത്? നമ്മൾ എന്തിനാ ദൈവത്തെ ചുരുക്കുന്നത്? നമ്മൾ എന്തിനാ നമ്മുടെ വിശ്വാസത്തെ ചുരുക്കുന്നത്? എൻ്റെ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന, സത്യദൈവത്തിൽ വിശ്വസിക്കുന്ന നിന്റെ മനസ്സ് വിശാല മനസ്സാകാൻ സാധിക്കുന്നില്ലെങ്കിൽ നിന്റെ വിശ്വാസത്തിന് പിന്നെ എന്തിനുള്ള? ഉദയംപേരൂർ സൂര്യദോസിൽ ബ്രദറെ പറഞ്ഞിട്ടുണ്ട് ഓണം ആഘോഷിക്കുന്നത് പാപമാണെന്ന്. ഉദയംപേരൂർ സൂര്യദോസിലെ നൃത്തം ചെയ്യുന്നത് പാപമാണ്. ഉദയംപേരൂർ സൂര്യദോസിലെ പാട്ട് പാടുന്നത് പാപമാണ്. ഉദയംപേരൂർ സൂര്യദോസിലെ കവിത എഴുതുന്നത് പാപമാണ്. ഇതൊക്കെ പാപമാണ്. കാരണമുണ്ട്. അക്കാലത്ത് മലയാള കവിതകൾ മണിപ്രവാളം പ്രസ്ഥാനത്തിലെ ഗാനങ്ങളാണ്. അത് അച്ചിസ്തുതികൾ എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ വർണ്ണന. അപ്പൊ ഇങ്ങനെയുള്ള കവിത എഴുതാൻ പാടുണ്ടോ? അത് പാടാൻ പാടുണ്ടോ? അത് വിലക്കിയതാണ്. ഇതേപോലെ അന്നത്തെ ഓണാഘോഷം എന്ന് പറയുന്നത് ഹൈന്ദവ ഉത്സവമാണ്. ക്രിസ്ത്യാനികളൊക്കെ അമ്പലങ്ങളിൽ പോയി ആഘോഷിക്കുന്ന രീതി ഉദയംപേരൂർ സൂര്യദോസ് വിലക്കി. നമുക്കറിയാം നമ്മുടെ പണ്ട് കാലത്ത് നമ്മുടെ പൂർവികന്മാർ എങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത്. ജാതകം നോക്കുന്നവർ, ജ്യോത്സ്യം നോക്കുന്നവർ, പരദേവതകളെ പൂജിച്ചുകൊണ്ട് ആയുധമെടുത്ത് അഭ്യാസം ആരംഭിക്കുന്നവർ, അതൊക്കെ ഉദയംപേരൂർ സൂര്യദോസ് വിലക്കി. എന്ന് കരുതി സാംസ്കാരികമായ സകലത്തിനെയും ഉപേക്ഷിക്കണം, എന്നിട്ട് യൂറോപ്യൻ കൾച്ചറോടെ വരണം എന്ന് പറഞ്ഞാൽ സമ്മതിക്കാൻ പോലും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വകതിരിവ് കർത്താവ് നമുക്ക് തന്നിട്ടില്ലേ? എന്താണ് പാപമെന്നും എന്താണ് പുണ്യമെന്നും തിരിച്ചറിയാനുള്ള വകതിരിവ് ദൈവം നമുക്ക് തന്നിട്ടില്ലേ? പാപം എവിടെ ഉത്ഭവിക്കുന്നത്? ഹൃദയത്തിന്റെ അകത്ത് നിന്ന് പുറപ്പെട്ട് അതരത്തിലൂടെ കടന്നു വരുമ്പോഴാണ് പ്രവൃത്തിയിലൂടെ കടന്നു വരുന്നത് പാപം. പുറമേ കാണിക്കുന്ന പ്രവൃത്തികളിലൂടെ അകത്തേക്ക് പ്രവേശിക്കുന്നതല്ല പാപം. അത് ഈശോ പഠിപ്പിച്ച പ്രബോധനമാണ്. പഴയ നിയമജനത ചെയ്യുന്ന പ്രവൃത്തികളുടെ രീതി അനുസരിച്ചിട്ട് പാപത്തെ കണ്ടിരുന്നത്. ഉള്ളിൽ എന്തും ചിന്തിക്കാം. യേശു അതാണ് തിരിച്ചിട്ടത്. ഇന്നും ഓരോ കൊല്ലം എത്തുമ്പോഴും ഓണം ആഘോഷിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം കയറി വരും. അപ്പം അച്ഛന്മാർ പറഞ്ഞിട്ടുണ്ടല്ലോ ഓണം ആഘോഷിക്കരുതെന്ന്, അല്ലെങ്കിൽ ധ്യാന ഗുരുക്കന്മാർ പറഞ്ഞിട്ടുണ്ടല്ലോ ഓണം ആഘോഷിക്കരുതെന്ന്. എന്തുകൊണ്ടാണ് പറയുന്നത്? ഉത്സവങ്ങളെ വിഗ്രഹാരാധന എന്ന രീതിയിലാണ് ആഘോഷിക്കുന്നതെങ്കിൽ അത് പാപം തന്നെയാണ്. നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്? നമ്മുടെ പ്രവൃത്തി എന്താണ്? നമ്മുടെ ശൈലി എന്താണ്?
ഇന്ന് അങ്ങനെയാണോ കേരളത്തിലെ ക്രിസ്ത്യാനികൾ ഓണം ആഘോഷിക്കുന്നത്? കേരളത്തിൻ്റെ തനത് ദേശീയോത്സവമായി കൂട്ടായ്മയായി ഒരുമിച്ച് ഓണം ആഘോഷിക്കുന്നു, പൂക്കളമിടുന്നു. പൂക്കളത്തിൻ്റെ നടുവിൽ വിഗ്രഹത്തിൽ വെച്ചുകൊണ്ടാണോ പൂക്കളിടുന്നത്? സദ്യ കഴിക്കുന്നു. ഏതെങ്കിലും നിവേദ്യം അർപ്പിച്ചിട്ടാണോ സദ്യ കഴിക്കുന്നത്? അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി വിശുദ്ധമെങ്കിൽ അത് വിശുദ്ധമായിരിക്കും. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി വിഗ്രഹാരാധനയുടെ തലത്തിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ അത് പാപമായിരിക്കും. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു വകതിരിവ്, പാപമെന്ത് പുണ്യമെന്തെന്നുള്ള വകതിരിവ് പരിശുദ്ധാത്മാവ് തരണം. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് പറഞ്ഞാൽ പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് എന്ന് പഠിപ്പിക്കുമെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ 3 ഭാഗമായിട്ട് എടുക്കാം. ഒന്നാമത്തെ വിഭാഗം ആളുകൾ എന്തും ആഘോഷിക്കാം, എങ്ങനെയും ആഘോഷിക്കാം. അത് വിഗ്രഹാരാധനയോടൊപ്പം ഇരുന്ന് ആഘോഷിക്കാം, അല്ലെങ്കിൽ വിഗ്രഹാരാധന പോലെ തന്നെ ആഘോഷിക്കാം, അല്ലെങ്കിൽ അമ്പലങ്ങളിൽ കയറിയിരുന്ന് അന്യ മതക്കാരുടെ കൂടെ ഇരുന്ന് അവരുടെ ദേവന്റെ ആഘോഷത്തിൽ പങ്കെടുത്തുകൊണ്ട് ആഘോഷിക്കാം എന്ന് പറയുന്ന ഒരു വിഭാഗം. അപ്പോൾ അവർ വിഗ്രഹാരാധനയിലേക്ക് പോവുകയാണ്. ഇനി രണ്ടാമതൊരു വിഭാഗം, ഒരു തരത്തിലും ആഘോഷിക്കരുത്, അതെല്ലാം ചെയ്യുന്നത് പാപമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദേശീയോത്സവത്തിൽ നിന്ന് പിന്മാറി നിൽക്കുന്നതാണ്. അത് മറ്റൊരു വിഭാഗം. മൂന്നാമതൊരു വിഭാഗം സാംസ്കാരികമായി കേരള ജനതയുടെ കാർഷികോത്സവത്തിൻ്റെ ആഘോഷം എന്ന നിലയിൽ ആഘോഷിക്കുന്ന വിഗ്രഹാരാധനയല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതൊരു സമൃദ്ധിയുടെ ഉത്സവമായി ആഘോഷിക്കുന്ന മറ്റൊരു വിഭാഗം. അത് വകതിരിവുള്ള ഓണാഘോഷം ക്രിസ്ത്യാനിയുടെ. എന്തിനാണ് ഒരു കാർഷികോത്സവം ഹിന്ദുക്കളുടേതായി നമ്മൾ പതിച്ചു കൊടുക്കുന്നത്? അതിൻ്റെ ആവശ്യമൊന്നുമില്ലെന്നേ. അല്ലെങ്കിൽ എല്ലാവരും, കേരളത്തിലെ ഹൈന്ദവ ജനതയാണ് കൂടുതൽ, എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്നതിന് വേണ്ടി ഏത് രാജകുമാരും എടുത്തിട്ടുള്ളൊരു ടൂളാണ് മതത്തിൻ്റെതായ ഉത്സവം. അതേ രീതിയിൽ കൊണ്ടുവന്നതാണെങ്കിൽ അതിനെ ദേശീയോത്സവമാക്കി, അതിനെ നാടിൻ്റെ ഉത്സവമാക്കി മാറ്റുന്നത് നമ്മുടെയും കടമയാണെന്നേ. അല്ലെങ്കിൽ അത് വേറൊരു മതത്തിൻ്റെതായി മാത്രമായി ഒതുങ്ങിക്കൂടും. അപ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ, യഥാർത്ഥവണ്ണം മനസ്സിലാക്കാൻ വകതിരിവുള്ളവരാണെന്ന് എനിക്കറിയാം. ഈ ഒരു രീതിയിൽ, വ്യക്തമായ രീതിയിൽ ഓണം ആഘോഷിക്കാനോ ആഘോഷിക്കാതിരിക്കാനോ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.